കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 35 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സഭയിൽ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ എലിസബത്ത് ആൻ സീറ്റൺ. അമേരിക്കയിൽ നിന്നും ആദ്യം വിശുദ്ധയെന്ന് നാമകരണം ചെയ്യപ്പെട്ട വ്യക്തിയാണ് എലിസബത്ത്. ഇവർ വിവാഹിതയായിരുന്നു, 5 മക്കളുണ്ടായിരുന്നു. എങ്കിലും വിശുദ്ധ ജീവിതം നയിക്കാനും വിശുദ്ധരുടെ പദവി അലങ്കരിക്കാനുമുള്ള ഭാഗ്യമുണ്ടായി. ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. കാരണം അമ്മ മരിച്ചു, അപ്പനാണെങ്കിൽ ഭക്തിയോ പള്ളിപ്പോക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സഹോദരി മരിച്ചു, അതുപോലെ തന്നെ അവരുടെ മക്കളിൽ 2 പേര് മരിച്ചു. ഇതെല്ലാം നേരിടേണ്ടി വന്ന, അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ, മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണേലും ഏത് സാഹചര്യത്തിലും വിശുദ്ധരാകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഈ വിശുദ്ധ എലിസബത്ത്. എലിസബത്തിൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പ്രഥമ ലക്ഷ്യം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. 2-മത്തെ ലക്ഷ്യം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക. 3-മത്തെ ലക്ഷ്യം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക. ഇതൊക്കെ അങ്ങനെ ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച, അതാണ് എനിക്ക് എല്ലാം എന്ന് പറയാൻ സാധിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ എലിസബത്ത് ആൻ സീറ്റൺ. ഈ വിശുദ്ധയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവഹിതം നിറവേറ്റി ജീവിക്കാനുള്ള ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയണം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇപ്പോൾ എലിസബത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതം ഇതാണ്. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം ഇതാണ്, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം, ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. ഈ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നവർക്ക് വിശുദ്ധരാകാൻ പറ്റും. ഈ ലക്ഷ്യം നിറവേറാനായിട്ട് നമ്മൾ ഉത്സുകരായാൽ മതി, നമുക്കും വിശുദ്ധരായി മാറാനായിട്ട് സാധിക്കും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, നാം വഞ്ചിക്കരുത്, വഞ്ചിക്കപ്പെടുകയും അരുത്. ഈ 2 കാര്യത്തിൽ പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവമക്കളെന്ന രീതിയിൽ നമ്മൾ നീതി പുലർത്തി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ സ്നേഹത്തിൽ വസിക്കാൻ വിളിക്കപ്പെട്ടവരാണ്.
ഈ രണ്ട് കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടവരായി മാറി. അതുപോലെ തന്നെ യെശയ്യാ 33 അധ്യായം ആദ്യത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും നമ്മൾ വഞ്ചിക്കാൻ നോക്കിയാൽ നമ്മുടെ വഞ്ചന തീരും മുമ്പ് നാം വഞ്ചിക്കപ്പെട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വഞ്ചിക്കുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പകരം നമുക്ക് നീതിപൂർവ്വം ജീവിക്കാൻ പറ്റണം. കാരണം യേശു നീതിമാനായ ദൈവമെന്ന് വിളിക്കപ്പെടുന്നു. എന്നിട്ട് ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നീതി പ്രവർത്തിക്കുന്നവരാണ് നീതിമാൻ. നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് നീതിപൂർവ്വം ജീവിക്കാനായിട്ട് സാധിക്കണം, സ്നേഹത്തിൽ വസിക്കാനായിട്ട് സാധിക്കണം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ തോൽക്കുന്നതോ ബിസിനസ്സിൽ പരാജയപ്പെടുന്നതോ അല്ല ഏറ്റവും വലിയ പരാജയം, ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ജീവിതത്തിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ പരാജയപ്പെടുന്നത്, സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ് ഏറ്റവും വലിയ പരാജയം. അത് ജീവിതത്തിൻ്റെ തന്നെ പരാജയമാണ്. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സ്നേഹത്തിൽ വസിക്കാനും വളരാനും സ്നേഹത്തിൽ നടക്കാനും സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കാനും ഒക്കെ സാധിക്കണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ സന്ദേശമാണ്. മറ്റൊരു കാര്യം, ക്രിസ്ത്യാനിയുടെ ദൗത്യമെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ സുവിശേഷഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിലേക്കുള്ള ചൂണ്ടുപലകയാകേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനി. യേശുവിലേക്കുള്ള ചൂണ്ടുപലക. ഞാൻ എന്നിലേക്ക് തന്നെ ചൂണ്ടിക്കൊണ്ടിരിക്കേണ്ട വ്യക്തിയല്ല, യേശുവിലേക്കുള്ള ചൂണ്ടുപലകയായിട്ട് മാറണം. അതിന് ഞാൻ എൻ്റെ സ്വാർത്ഥത വെടിയാൻ തയ്യാറായാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും അവനിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാനും സാധിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ലോകം വിടണം, എൻ്റെ സ്വാർത്ഥത വിടണം, ഞാനെന്ന ഭാവം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. സ്നാപക യോഹന്നാൻ അതിന് വലിയൊരു ഉദാഹരണമാണ്. തൻ്റെ കൂടെ നിന്നിരുന്ന ശിഷ്യന്മാർ അവരൊരിക്കലും പോകരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നമുക്കറിയാലോ, സ്ഥിരമായിട്ടൊരു പള്ളി വരുന്ന ആൾ ആ പള്ളി വിട്ടു പോകരുതെന്നുള്ളതാണ് ആ പള്ളിയിലെ വികാരിയച്ഛൻ്റെ ആഗ്രഹം. സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അവരെ അത് തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ് ആരും. ഇവിടെ നമ്മൾ കാണുകയാണ്, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്നാപക യോഹന്നാൻ തൻ്റെ കൂടെ നിന്ന് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് കേട്ടിട്ട് ഈ രണ്ട് ശിഷ്യന്മാർ അത്രയും നാളുകൾ, വർഷങ്ങളോളം തൻ്റെ കൂടെ നിന്നവരാണ്. അവനെ വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നവരായിട്ട് മാറി. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ യേശുവിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു. ക്രിസ്ത്യാനികളായ നമ്മുടെ കടമ യേശുവിലേക്കുള്ള ചൂണ്ടുപലകയാവുക എന്നുള്ളതാണ്. ഇനിയും ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ നമുക്കും പൗലോസ്ലീഹ പറഞ്ഞതുപോലെ പറയാനായിട്ട് ഒരിക്കൽ സാധിക്കണം. ഗലാത്യർ 2:20 പറഞ്ഞിട്ടുണ്ട്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാർത്ഥമതികൾക്ക് യേശുവിലേക്കുള്ള ചൂണ്ടുപലകയാകാൻ പറ്റത്തില്ല. പൗലോസിനെ പോലെ ഞാനില്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ട വ്യക്തിയാണ് എന്ന് വിളിച്ചു പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇനി അങ്ങനെയുള്ളവർ അതിൻ്റെ ഉച്ചകോടിയിലെത്തുന്നത് എപ്രകാരമാണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, വന്ന് കാണുക. നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടതിൻ്റെ വെളിച്ചത്തിലല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്, യേശുവിനെ അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വന്ന് കാണുക. നിങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ല, വന്ന് അനുഭവിച്ചറിയുക. അവരാ ദിവസം അവനോടുകൂടെ വസിച്ചു എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ്. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടേക്കാം, തിക്താനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ഞാൻ എൻ്റേതായ ലോകം വിടേണ്ടതായിട്ട് വരാം, എൻ്റേതായ പ്ലാനും പദ്ധതിയും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം. അവിടെയെല്ലാം വിശ്വസ്തരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ എലിസബത്ത് ആൻ സീറ്റൺ സൂചിപ്പിക്കുന്നത് ഇത് വിവാഹം കഴിച്ചവർക്കും സാധ്യമായൊരു കാര്യമാണ്. ഇതേത് പ്രായക്കാർക്കും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്കും സാധ്യമായ ഒരു കാര്യമാണ്. വേണ്ടത് അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. മനസ്സ് വെച്ചാൽ നമുക്ക് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ പറ്റും. മനസ്സ് വെച്ചാൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും.
മനസ്സ് വെച്ചാൽ നമുക്ക് സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റി അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ഇന്നത്തെ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.